നാദിറയ്ക്ക് കൊടുത്തിട്ടുള്ള ഈ അംഗൻവാടി ടീച്ചറുടെ ഒരു റോൾ ഉണ്ടായിരുന്നു. നമ്മൾ ഈ സിനിമ അല്ലെ എല്ലാ രംഗവും ഇൻക്ലൂസീവ് ആവണമെന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഒരു പോയിന്റ് ഉണ്ടായിരിക്കുമല്ലോ. ആദ്യം ഇവർക്ക് ഇങ്ങനെ റെപ്രസെൻറ്റേഷൻ കൊടുക്കുക, പിന്നെ ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സണെ എന്താ പറയുക, സാധാരണ ഒരു സ്ഥലത്ത് അവർക്ക് അഭിനയിക്കാൻ കഴിവുണ്ടെങ്കിൽ അതിന് പറ്റുന്ന റോളിൽ കാസ്റ്റ് ചെയ്യുക എന്നുള്ളത്, ആ ഒരു സംഭവം ഈ സിനിമ രസമായിട്ട് അച്ചീവ് ചെയ്തു തോന്നി. കുറേ സിനിമകളിൽ എപ്പോഴും ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിനെ പ്ലേസ് ചെയ്യുമ്പം അവരുടെ ജെൻഡറായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു സീൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, നിങ്ങൾ അവരുടെ റൈറ്റ്സിനെ പറ്റി സംസാരിക്കണമെന്ന് നിർബന്ധിക്കുന്ന കൈൻഡ് ഓഫ് എന്തെങ്കിലും സീൻ വരാറുണ്ട്. ചില സ്ഥലങ്ങളിൽ വർക്കാവും, ചില സ്ഥലങ്ങളിൽ വർക്കാവില്ല. പക്ഷേ ഈ സിനിമയിലാണ് നമ്മൾ ഇൻക്ലൂസീവും ആയിട്ട് അച്ചീവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പോയിന്റിൽ എത്തിയ പോലെ തോന്നിയത്. അപ്പം ഈ മരണവാസി ചെയ്യണ സമയത്ത് ശിവജിത്ത് അല്ലെങ്കിൽ സുജുവിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നോ, ലൈക്ക് നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു വേഷം കൊടുക്കണം ഒരു ട്രാൻസ് പേഴ്സൺ, അതോ നാദിറ? അങ്ങനത്തെ ഒരു ആലോചന ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ ഒരു ഫ്രണ്ടാണ്, നമുക്ക് കുറച്ച് കോമൺ ഫ്രണ്ട്സ് ഉണ്ട്, അപ്പൊ അവരാണ് സജസ്റ്റ് ചെയ്ത് ഇവര് അഭിനയിക്കുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ ബിഗ് ബോസിന്റെ ഒരു കഴിഞ്ഞു. അപ്പോ അവരൊന്ന് കാസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചത് ഇവരെ നമ്മൾ ഭയങ്കര അങ്ങനെ ഒരു അണ്ടർലൈൻ ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ കാഷ്വലായിട്ട് പ്രസന്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. അല്ല, ജെൻഡറിലേക്ക് മാത്രമായിട്ട് ഒരു വ്യക്തിനെ ചുരുക്കേണ്ട കാര്യമില്ല. ബട്ട് അതേസമയം ഇപ്പൊ ആരെങ്കിലും ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്നുണ്ട്, ഇപ്പൊ സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിലും ബാക്കിയുള്ള മൈനോറിറ്റീസിന്റെ കാര്യത്തിലാണെങ്കിലും നമ്മൾ പറയുന്ന അത്തരം സംഭവങ്ങളും നടക്കണം എന്നുള്ളത് നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്നതല്ലേ, നമ്മൾ ഇത് ഒരിക്കലും കാണാത്ത കാര്യമല്ലോ. നമ്മുടെ ഇടയിൽ തന്നെ നമ്മൾ പല സ്ഥലത്തേക്ക് പോകുമ്പോഴും പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇവര് ഓൾറെഡി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത് ഒരു അണ്ടർലൈൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളത് നമുക്ക് ഇന്റൻഷനലി നമുക്ക് ഒരു ആലോചനയായിരുന്നു. പക്ഷേ ഇപ്പം സൗദിയിൽ ഈ പടത്തിന് ഒരു നിരോധനം വരുന്നു, കുവൈറ്റിലെ ഈ പോർഷൻസ് മാറ്റേണ്ട ഒരു സംഭവം വരുന്നു. ഇപ്പൊ ചില സംഭവങ്ങൾ നമ്മൾ സിനിമയിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് നമുക്ക് ചിലപ്പം തോന്നുമായിരിക്കും ഇതിന് ഇന്ന സ്പേസ് എന്ന്, ചിലപ്പം എന്തെങ്കിലും കൈൻഡ് ഓഫ് ഒരു റെസ്ട്രിക്ഷൻ വന്നേക്കാന്ന്. ഇതിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും എന്താ പറയുക സൂചനകളൊക്കെ ലഭിച്ചിരുന്നോ, ഇങ്ങനെ ഒരു സംഗതി ഒരു പക്ഷെ വന്നേക്കാം, ബാനുള്ള സാധ്യത? അങ്ങനെയുള്ള ഒന്നും വന്നിട്ടൊന്നുമില്ല. നമ്മളിത് അതിന് ശേഷമാണ് ഇത് അറിയുന്നത് പോലും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോയത്, ഒരാളെ അഭിനയിപ്പിച്ചു എന്നുള്ള രീതിയിൽ. ചിലപ്പോൾ ആ തീം വരുന്ന സ്പേസസിൽ ചിലപ്പം പ്രശ്നമായിട്ടൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട്. പക്ഷേ അതെ, പക്ഷെ ഇതിനകത്ത് അങ്ങനെയൊന്നും, നമ്മളൊരു നോർമൽ ഒരു ക്യാരക്ടർ, ഒരു അംഗൻവാടിയിലെ ടീച്ചർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അഭിനയിപ്പിച്ചു എന്നുള്ള പേരിൽ അതിനെ സൗദിയിൽ ബാൻ ചെയ്യുക, കുവൈറ്റിൽ അത്രയും വോയിസ് പോലും വരാൻ പാടില്ലെന്ന് പറഞ്ഞത് കട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇതായിപ്പോയി. അതെന്തൊരു നിയമമാണ്. പിന്നെ നിയമങ്ങൾ മാറി വരുന്നുണ്ട്, അതും പോകെ മാറും. ഇപ്പം പഴയ പോലെ അല്ലല്ലോ. പണ്ട് ഞാൻ സൗദി വർക്ക് ചെയ്ത ആളാണ്, 1.5 വർഷത്തോളം സൗദിയിലുണ്ടായിരുന്നു. ഇപ്പം ഒരുപാട് മാറി. അപ്പം ഇതും ഗ്രാജുവലി മാറും, മാറ്റപ്പെടുക തന്നെ ചെയ്യുമെന്നാണ് കരുതുന്നത്.